ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളുള്ളത് തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം എന്നും ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നും ഒക്കെ ഈ ക്ഷേത്രത്തെ അറിയപ്പെടാറുണ്ട്. പരമശിവന്റെയും ശ്രീപാർവതിയുടെയും പ്രതിഷ്ഠകൾ ഉള്ളതിനാലാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസിദ്ധിയുണ്ട് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഇവിടെ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ശ്രീകൃഷ്ണൻ, ഗംഗാദേവി, നീലഗ്രീവൻ, സ്ഥീലശൻ, ചണ്ഡികേശൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവരുമുണ്ട്. ധനുമാസത്തെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന 28 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉള്ളത്. ക്ഷേത്രത്തിലെത്തിയാൽ ഇവിടെ കാണുന്ന ശിലയ്ക്കു മുന്നിൽ ഒറ്റക്കാലിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ഉള്ളിലേക്കു കയറാൻ. കേരളത്തിന്റെ തനതു വാസ്തുവിദ്യ പ്രകാരമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്ര ഗോപുരത്തിലൂടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ സെന്ററിലായി ഈ സ്വർണ്ണ കൊടിമരം നമുക്ക് കാണാം. കൊടിമരം കടന്നു വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ. ക്ഷേത്രത്തിനുള്ളിലെത്തിയാൽ പാർവതി ദേവിയും ശിവഭഗവാനും ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള പ്രതിഷ്ഠയാണ് നമുക്ക് കാണാൻ കഴിയുക. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ അണ്ടറിലുള്ള ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ് എന്നൊരു ഐതിഹ്യവുമുണ്ട്. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. ഇന്നാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ കൊടിയേറ്റ്. വരുന്ന 28 ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവമായിരിക്കും. അയ്യപ്പന്മാരുടെ ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് ഈ ക്ഷേത്രം. എല്ലാ മലയാള മാസത്തിലെയും ഉത്രം നാളിലെ ഉത്രം തൊഴിയിലും നവരാത്രി ഉത്സവവും വിദ്യാരംഭവും ശിവരാത്രിയും ചിത്ര പൗർണമിയും എല്ലാം ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ തന്നെയാണ്. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. കഴിയുമെങ്കിൽ ഉത്സവ നാളുകളിൽ തന്നെ എത്തുവാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.